ഈ അയച്ച ലൊക്കേഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി മാറ്റം പറയില്ല. ബീച്ച് വിടറാ അവിടെ. എന്തുകൊണ്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് വീഡിയോ മനസ്സിലാവുന്നത്. മറ്റേ കൂടി കേട്ടോ, ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ സാധനം അങ്ങോട്ട് പോണേ. നമ്മളിന്ന് പോകുന്നു ഷമീമിനെ കുഴിച്ചിടാൻ. എന്നൊരു ചായ പറയും. സമയം ഇപ്പോൾ രാവിലെ 5 മണിയാണ്. 5 മണിക്കാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. സൺറൈസ് കാണാനുള്ള പ്ലാനാണ്. കാണാൻ പറ്റുമെന്ന് അറിയില്ല, പോയി നോക്കാം. ഒരു കട്ടനടിച്ചിട്ട് തുടങ്ങും. അപ്പം ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് നിങ്ങളെല്ലാവരും ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഷമീമുണ്ട്, റസ്വാനുണ്ട്. ഞാൻ ഏകദേശം 4 വർഷത്തോളമായി ഇവിടെ സൗദി അറേബ്യയിൽ. പക്ഷേ ഇതുവരെ ഞാൻ ബീച്ചിൽ പോയിട്ടില്ല. എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഞാനത് ശ്രമിച്ചില്ല എന്നതാണ് സത്യം. അപ്പം ഏതായാലും ഒന്ന് നമുക്ക് ബീച്ചൊന്ന് പോയി നോക്കാം. ബീച്ചിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇവിടുത്തെ ബീച്ച് കാണാലോ എന്ന് വെച്ചിട്ട് പോവാണ്. ബീച്ചിലേക്ക് ആണ് ഇന്നത്തെ യാത്ര. എൻ്റെ ചായ ഞാൻ സ്കെച്ചിനാണ് പോയാലോ ഒത്ത് അല്ലെങ്കിൽ ഞാൻ ചമ്മി പോവും. അതാടാ ഏലക്ക. നമ്മളൊക്കെ പത്തിയിട്ടുണ്ട്. فينش درت انا خلاص اول هذا كم 7 ولا 10 യൂറോ. അന്നേം കൊണ്ടൊരു ബൈക്ക് വരാൻ പറ്റില്ലല്ലോ ഷമീമേ. ഉറങ്ങ ജി, ഉറങ്ങ ജി. തേങ്ങ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഇത് കാണാന് രാവിലെ രാവിലത്തെ വ്യൂ കാണാനാണ് പോണത്. ഇവിടെ കുറെ ഞങ്ങൾക്കൊരു വെല്ലുവിളി, അതായത് 100 രൂപ ചലഞ്ച്. ഇറങ്ങിയിട്ട് ആ സാധനം കണ്ടോ അവിടെ ഇങ്ങനെ അടി കളിക്കുന്നത് എടുത്തിങ്ങോട്ട് കയറി വന്നാൽ ഐസ്ക്രീം നമുക്ക് ഇപ്പൊ ഞാൻ വാങ്ങിക്കും. ഫൈന് ചടക്കുവോ? ഒരു പലക മാന്തല് മീനാണേ. പാലാകണ്ടം വന്നത് വഴി അറിയില്ല. കക്കൂസ് തപ്പണോനായിട്ടോ ആ വീഡിയോയില് പ്രചരിപ്പിച്ച്. അത് സത്യല്ലേ? സത്യല്ലേ? എന്താണ് ക്യാൻഡി? സീ ഓഫ് ക്യാൻഡി. രാവിലെ പോപ്കോൺ വാങ്ങി. അതാ രാവിലെ പോപ്കോൺ നോട്ടെ. രാവിലെ പോപ്കോൺ വാങ്ങി. ഐസ്ക്രീമോ? ഐസ്ക്രീം തിന്നണെങ്കിൽ ഓൻ ഐസ്ക്രീമാണോ? അത് ഐസ്ക്രീം എത്താനോന്ന് ഈ കുറ്റി കാശ്മീർ ഐസ്ക്രീം എത്താ. ഓ
കുട്ടിക്ക് അക്കീം ഒന്ന് അക്കീമ വേണ്ടിയല്ലോ. ഐസ്ക്രീം കൊടുക്കോ? മറ്റേ സാധനം മറ്റേ 45 മിനിറ്റ് ഒക്കെ പോകില്ലേ? അതന്നെയല്ലേ ഈ പോണ്. ഇതോ? ആ ഇത് ചെറുതല്ല. നമ്മളെ ആനാൻഷാനെ മറികടക്കും. സീന് സാധനം. ഷെമീൻ രാവിലെ തന്നെ പൈസ കൊടുക്ക്. പോപ്കോൺ ചെറുതായി ഏതായാലും മതി. പൈസ കൊടുക്കണം കേട്ടോ. പൈസ കാശെടുത്ത് വീശി കോശി. ആ നമുക്കിത് ഹിന്ദിയില് ഇജ്ജ് പൈസ ചോദിച്ചല്ലേ ടൈമേ. നാളെ അവിടെ പോയിട്ട് ഇത്ര കിലോ ഇത്രയുള്ള ഓന്റെ പരിപാടി. ഉണ്ടോന്ന് വെച്ചാല് ഇങ്ങനത്തെ ഐസ്ക്രീം കോഴിക്കോട് വീട്ടിൽ എവിടെയും കിട്ടൂല. രാവിലെ തന്നെ പോപ്കോൺ ഐസ്ക്രീം തിന്നേ ആൾക്കാരെ കാണാൻ പറ്റും. സക്കീർ ബൈക്ക് കണ്ടോടി പറയാൻ പറ്റില്ല. തൊണ്ട കളഞ്ഞെടുക്കുക. എന്നിട്ടും ആയിരുന്നു കുറവില്ല ഐസ്ക്രീം അടിക്കുന്നത്. ഇജ്ജ് മറ്റന്നെ വിളിച്ചോ? അതിന്റെ കിട്ടില്ലടാ. ഫോണ് പോവും. 1x ആണ് ഏറ്റവും നല്ലത്. അടിപൊളി ചാൻസ്. രാവിലെ ലൈറ്റ് വന്നിട്ട് സിനിമാറ്റിക്കലി 3x അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ടിക്കാണെങ്കിൽ തീർന്നേരി കഥ. കണ്ടു കഴിഞ്ഞാല് വേസ്റ്റ് ബോക്സ് ആണെന്നല്ലേ വിചാരിക്കുള്ളൂ. തന്നെ ഷോക്ക് അടിച്ചിട്ട് ഷെമീന്റെ ഉള്ള കളം കൂടി പോയത്. പല ടിക്ടോക്ക് വീഡിയോസും വരാനുണ്ട്. ഒരു റിയാക്ഷൻ വീഡിയോ തന്നെ ഉണ്ടാക്കണം. ഞങ്ങൾ അർജുന് വീഡിയോസ് അയച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. റിയാക്ട് ചെയ്യാൻ നമ്മളെ വെള്ളം ഇത്രയും വെള്ളം ഇടാൻ പോവാ. അരി കിട്ടീനി ഇപ്പൊ തന്നെ. അത് വീഡിയോ വെക്കാം. അയ്യോ എന്റെ അബദ്ധം പറ്റിപ്പോയി ഗൈസ്. ഞാൻ അറിയാതെ വെള്ളം കുപ്പിയിലേക്ക് ഇട്ടു. ശരിക്കും വേണ്ടല്ലോ ആ സാധനത്തിൽ ഇതിലിട്ട് പുകയ്ക്കണം. ഷമീമേ മിസ്സിംഗ് ഉണ്ടോ? ഷമീമിന്റെ മിസ്സിംഗ് കാണിച്ചു തരാം. ഇതിപ്പോ ഫോട്ടോ മാറി വരും കേട്ടോ. എന്താ മാറാത്തത്? അതിപ്പോഴും ഉണ്ടാവും. അഞ്ഞായി കാണിച്ചു കൊടുക്കണ്ട. എപ്പോഴേലും വട്ടം വരാവുന്നില്ല പൂച്ചേന്റെ അടുത്ത്. മാതി പോരി. എന്താണത്? എന്ത് സംഭവം? ഡേഞ്ചർ സ്വിമ്മിങ് ഏരിയ. ആ ഇവിടെ നീന്താൻ പറ്റൂല. എവിടെത്തി? ഞങ്ങൾ ചാക്കട മുമ്പിലുണ്ട്. ഞങ്ങളിതാ അവിടെ ഒരു കടന്റെ മുന്നിലുണ്ട്. എന്തൊക്കെ മെയിൻ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റേ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കാണ്. ഈ എവിടെ അല്ലേ വന്നോണ്ടിരിക്കുന്ന പറയുമ്പോ സൈക്കിൾ ഓടിക്കണ ഇതില്ലേ ട്രാക്ക്? അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ലൊക്കേഷൻ അയച്ചോടാ. ലൊക്കേഷൻ അയച്ചോടാ. അങ്ങനൊക്കെ ഞങ്ങൾ എനിക്ക് ലൊക്കേഷൻ അയച്ചുതരാം. ആ ലൊക്കേഷൻ അയച്ചു കൊടുത്താ. അതിന്റെ നെറ്റ് ഉണ്ടോ?
അല്ല നമ്മള് സൺറൈസ് കാണാമെന്നല്ലേ സൂര്യൻ എവിടെ റഡാറിൽ നോക്കി കില്ലാടി അല്ലടാ ഈ ഉണ്ടെങ്ങനെ നിക്കണ അപ്പോ തള്ളി കഴിഞ്ഞാ പോകൂലേ ഇത് ഇത് സിമെന്റ് തന്നെ അല്ലേ അല്ല ഇത് പൊള്ളയാടാ വെറുതെ അല്ല അല്ലെങ്കിൽ അങ്ങനെ നിക്ക ആ ഉണ്ടന്റെ ഫോട്ടോ വെച്ച് കൊടുത്താ ഈ ഉണ്ടന്റെ ഫോട്ടോ വെച്ച് കൊടുത്താ അപ്പോൾ നമ്മളെ കൂടെ ഒരാളോട് വരാനുണ്ട് അവൻ വേറൊരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് അപ്പോൾ അവൻ അവിടെ നിന്നാണ് വരുന്നത് അവൻ്റെ അടുത്ത് മറ്റേ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉണ്ട് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യണേ അവൻ എവിടെ പോയി കിടക്കാന്ന് അറിയില്ല ലൊക്കേഷൻ നമുക്ക് ഇവിടുത്തെ ഏരിയ കറക്റ്റ് ഒന്നും അറിയില്ല ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ആളിപ്പോൾ വരുമായിരിക്കും അമ്മാ എന്താ ഷമീമ ക്യാമറാമാൻ്റെ കലാവിരുന്നുകൾ നമുക്ക് കാണാം ക്ലീൻ ചെയ്യുന്ന സാധനം അല്ലേ മനുഷ്യനൊക്കെ എന്നോ മെഷീൻസ് റീപ്ലേസ് ചെയ്തെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ അങ്ങനത്തെ എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് ഉണ്ടോ എയർപോർട്ടിലൊക്കെ നേരം പരപരാന്ന് വെളുത്തു ഓ യാതാ പ്രോ നടത്തോ ഷമീം ഇപ്പോഴും സങ്കടത്തിൽ ഇത് മീന ആടാ ഇത് മറ്റേ സാധനല്ലേ എന്താണ് പേര് തിരണ്ടിയോ എടാ തിരണ്ടി അല്ലേടാ ഈ സാധനം തിരണ്ടി തിരണ്ടി കുട്ടാ ഈ മൊബൈൽ അതിനകത്ത് കിട്ടാൻ എടുത്തരോ എനിക്കെന്താ ഒരു ഉഷാറില്ലാത്ത ഓൻ്റെ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമുണ്ട് അല്ലേ ഉറക്കത്തിന് ക്ഷീണമുണ്ടോ മുഖത്ത് അഫ്സൽ ഇതുവരെ ഒരു റിപ്പോർട്ട് കിട്ടുന്നില്ല നമ്മളിതുവരെ ഒരാളെ തപ്പിക്കൊണ്ട് നടക്കണം ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ ഇറങ്ങിയ സ്ഥലം കുറച്ച് മാറി അവൻ പറഞ്ഞു അത് സൈക്കിളിൽ പോകുന്ന ആൾക്കാർ അല്ല അവൻ പറഞ്ഞ സൈക്കിള് മറ്റവനെ തപ്പിയുള്ള നടത്താണ് ഇതുവരെ അവനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല നമ്മളെ കൂടെ വരുന്ന ഒരാളും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞ ആളിതുവരെ കിട്ടിയിട്ടില്ല അവന് എവിടെ പോയി കിടക്കുന്നുണ്ടോ ദേ നിൽക്കുന്നു കരക്കമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളോ ഇനിയൊരു കട അവിടെ നല്ല ഷോപ്പിന് അല്ല ഇവിടെ ഒരു ഐശ്വര്യത്തിന് കട ഇട്ടാണല്ലോ ഇതിലെ ഓ മൈ ഗോഡ് ഫുൾ കച്ചറ ഒരു ഷോപ്പ് ഉണ്ടോ അവിടെ എടാ പൊട്ട ഈ നിക്കുന്ന ഏരി ഞങ്ങൾ നിക്കുന്ന ഏരി ഒന്നര ഇജ്ജ തലക്കിൽ ഞങ്ങൾ ഈ തലക്കിലാന്നുള്ളൂ ആരാന്റെ കാര്യം സൈക്കിളല്ലേ നടന്നില്ല 2 കിലോമീറ്റർ സൈക്കിൾ ഇതാണ് സൈക്കിൾ ഓൻ പറഞ്ഞ സൈക്കിളൊക്കെ പോണ് അത് ശരി നീന്താനും പറ്റൂല മീൻ പിടിച്ചാനും പറ്റൂല ഇത് രണ്ടും അറിയാത്ത ഷമീമ് അത് പ്രശ്നമില്ല ഇത് ഷമീമിനെ ബാധിക്കുന്ന കാര്യമില്ല കാരണം ഇതുകൊണ്ട് രണ്ടും അറിയില്ല ഒന്നും കാര്യമില്ല
എനിക്ക് തോന്നുന്നത് ആ ബ്ലൂ ബിൽഡിംഗ് ആ കാണാൻ തോന്നുന്നു ആ അറ്റത്തുള്ള 25 കിലോമീറ്റർ അപ്പൊ നമ്മളിപ്പോൾ ചന്താനിയല്ല 25 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ കോർണീഷിലൊന്നും അല്ലേ എടാ അവിടെ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ലെന്നോ? ഇവിടെ കൊറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം സൈക്ലിങ് അങ്ങനെ പറഞ്ഞ സൈക്കിളൊക്കെ പോകുന്നുണ്ടല്ലോ. നല്ല മാത്രം നോക്കിയിട്ടുണ്ടോ വന്നിട്ട് കണ്ട പെണ്ണുങ്ങളെ വായി നോക്കി ക്ഷമി പിന്നെ ആര് പെണ്ണ് കൊടുക്കരുത് കൈസ്. പിന്നെ ചെറിയൊരു വെട്ടുകേക്ക് 2 വർഷത്തോടുള്ള വർഷത്തിൽ വന്നതാ. ഞങ്ങൾ വെട്ടൊന്ന് ചുണ്ടരെടുക്കാം. എന്താടാ അപ്പൊ അവനെ കാണാത്തത് കാണുന്ന ഒരാളാണ് അവന്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നമ്മളെ കൂടി വിളിച്ച് കാണിപ്പിച്ചും തരും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനല്ലേ. യെസ് ഇതൊക്കെ പണ്ട് കുറേ ഊരിക്കൊണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ അങ്ങനെ എന്ത് നടന്ന് അടുത്തോട് ദേശാടന പക്ഷികൾ ഓടിന് ഓർഡർ കൊടുത്തു. സംഭവം നൈസ്. ബോട്ട് പോകുന്നു. വെള്ളമാണ് ഹൈലൈറ്റ്. എന്താ ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നമ്മളെ കൂടെ വരുന്ന ആ ചെക്കനെ ഇതുവരെ കണ്ടുപിട്ടാൻ പറ്റിയിട്ടില്ല. അവൻ വേറൊരു ബിൽഡിങ്ങിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇനി ടാക്സി വിളിച്ചിട്ടാണ് പോണേ. ഈ ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ പാട്. അവൻ ഏത് രാജ്യത്താ? ഷമീമിന്റെ ചങ്ങായിമാരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എടാ നമ്മളിപ്പം ബീച്ച് വിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് പോയിന്ന് പറഞ്ഞുണ്ടല്ലോ അടിച്ചുവിട്ട് ഷമീമേ. എന്റെ പൊന്നാര ഹബീബെ കോളാക്കല്ലേ, അത് വന്നുകൊടുക്കാണ്. യവനൊരു അടി മുന്നോട്ട് നീങ്ങൂലാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അവൻ വിളിച്ചു നോക്കിയാം, വിളിച്ചു ശുക്രാൻ. ഇനി ഓൻ ആ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്താ. ഓൻ അയച്ച ലൊക്കേഷനിൽ ഇവിടെ എത്തീന്. ഈ അയച്ച ലൊക്കേഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി മാറ്റം പറയല്ലോ. ബീച്ച് വിടറ അവിടെ. ഓൻ അയച്ച ലൊക്കേഷൻ തന്നെയാണോ ബീച്ച്? എന്റെ പൊന്നടാവേ, ലൈഫിൽ 5 ലൊക്കേഷൻ വന്നിട്ടുണ്ട്.
ലൈഫിൽ ഇങ്ങളൊരു വെടല് വെട്ടിയില്ല. ലോക്ക് ഇങ്ങോട്ട് കണ്ടില്ല. ഇജ് ഏടെ കിടക്കണേ? ഇജിപ്പോ അയച്ചെന്ന ലൊക്കേഷനിലാണ് ഞങ്ങളുള്ളത്. ഇതാ നോക്ക്, ഇതാ ഒരു മഞ്ഞ വണ്ടി കാണുന്നുണ്ടോ? നോക്കിയാ ഒരു പമ്പ്. ഈ പമ്പ് കാണുന്നുണ്ടോ? ഇനി പറഞ്ഞ എങ്ങനെ ബീച്ച് ഇത് വെറുതെ കോമഡി. ആരെയൊക്കെ ബീച്ച് കൊടുത്താ മതി. ഇങ്ങനെ ചെയ്യാം. അയ്യോ ഇതിവിടെ എവിടെടാ ബീച്ച്? ഈ അയച്ച ലൊക്കേഷനിലാണ് ഇപ്പൊ ഞങ്ങള്. എനിക്ക് ബീച്ച് ഇപ്പൊ കാണണം. കോപ്പ് എന്താ പറ്റുക? ഞാൻ അടുത്ത ടാക്സി വിളിക്കേണ്ടി വരും. എന്റെ ലൈഫിൽ എങ്ങനെ ഞാൻ പോയിട്ടില്ല. ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി 2 പ്രാവശ്യം ഇപ്പം നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് പോകുന്നു. എന്നിട്ട് ബീച്ചിന്റെ അടുത്ത് തന്നെ വേറൊരാള് അയച്ചുന്ന ലൊക്കേഷനാണിത്. ഇവിടെ എങ്ങനെ ബീച്ച്? എനിക്കൊരു പിടുത്തം കിട്ടില്ല സ്ഥലം ഇവിടെ. ഞാൻ ബ്ലോഗായി പോയി. തൊള്ള കേക്കണ്ട. അവന്റെ ഒരു നീല ബിൽഡിംഗ്, അവിടെ ഒരു നീല ബിൽഡിംഗ് കാണുന്നു. ആ കാണുന്ന നീല ബിൽഡിംഗ് പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ. വാ നമുക്ക് കുറച്ച് മുന്നോട്ട് അടക്കം. എന്താ ചേമ്പിലെ പരിപാടി ക്ഷമിയ. കുറച്ച് വെള്ളെങ്കിലും കണ്ടോണ്ടിരിക്കുകയാണ് നമ്മളവിടെ. ഇപ്പതാ ബീച്ചിൽ വന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇതാണ് ബീച്ച്. ഇപ്പൊ ഇവിടുത്തെ ഈ മണ്ണ് കണ്ടുകുത്തിരിക്കുന്നത്. ഒരുത്തർ തപ്പി വന്നത് അത്. ബീച്ചിൽ വന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇതാണ് ബീച്ച്. ഇപ്പൊ ഇവിടുത്തെ ഈ മണ്ണ് കണ്ടുകുത്തിരിക്കുന്നത്. ഒരുത്തർ തപ്പി വന്നത് അത്. ഓന് ബീച്ചിന്റെ അടുത്തുണ്ടാണ്. നമ്മളിപ്പം ബീച്ച് വിട്ടിട്ട് വേറെ ഏതോ സ്ഥലത്താണ്. ഏത് അങ്ങോട്ടോ? ചെലപ്പോ അങ്ങോട്ടേക്ക് കയറട്ടോ. ഞാനില്ല, എനിക്കൊരു മുട്ട പപ്സ്. ഷമീമ ഇതൊരു നിലക്ക് അവള് കണ്ടുവിട്ടത് തോന്നില്ല കേട്ടോ. അതാ ആ പള്ളിയാണോ ഉദ്ദേശിച്ച പള്ളി? ഈ പള്ളിയല്ലേ? അപ്പൊ ഇതിന് എന്ത് ഈ പള്ളിയല്ല അത് പറ. ഇതല്ല അല്ല ചങ്ങായി. ഓ പിന്നെ എന്ത് ലൊക്കേഷനാ വിട്ടേ? വിട്ട ലൊക്കേഷനിലല്ലേ ഇപ്പൊ നമ്മൾ നിക്കണത്. ബീച്ച് കാണാൻ വന്ന നമ്മളിപ്പം ഇവിടെ കുറെ വണ്ടി കണ്ടുവച്ചിരിക്കേണ്ട അവസ്ഥയാണ്. ഇതിന്റെ ടയർ നോക്കി. സീനാണ് കേട്ടോ. അങ്ങനെ വെട്ടിയുടെ ഇറക്കിന് കാണാൻ തന്നെ ഒരു എന്ത് രസമാണ് അല്ലേ? എന്താ ചെയ്യാ, ബീച്ച് കാണാൻ വന്നതാ. ഇപ്പൊ കുറെ വണ്ടികളും അതിന് കുറെ ചപ്പും ചവറും. മര്യാദയ്ക്ക് അവിടെ ബീച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റവനെ കാണാൻ വേണ്ടി വന്നതാണ്, കൂടലോനെ. ലൊക്കേഷൻ അയച്ചു തന്ന്. ആ ലൊക്കേഷനിലേക്ക് വന്നിട്ട് ഇപ്പം ഇതാണ് അവസ്ഥ. ഇതാണ് ബീച്ച്. ഇതേതാ? നിസാനല്ലേ? നിസാനൊന്നല്ലല്ലോ, ഇത് വേറെ ഇതാണല്ലോ. നടക്ക്. അയ്യോ, ഇപ്പം നമ്മളെവിടെ നിൽക്കുന്നെന്നുള്ളൊരു പിടുത്തില്ല. മറ്റേ ചെറുക്കനെയും തപ്പി നടക്കുകയാണ്. ഞാൻ അവനോട് റൂമിൽ പോകാൻ പറയാം, അത് നല്ലത്. അല്ലാതെ
അവനെ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിനക്കൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ സംസാരിക്കാനായി വളരെയധികം നമ്മളെ വ്ളോഗില് എത്തിച്ചേരാൻ പറ്റാത്ത മിസ്റ്റർ അഫ്സൽ അവസരത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ആധുനികമായിട്ട് സംസാരിക്കും. ആധുനികം ഓനാദ്യം മലയാളം തന്നെ മര്യാദക്ക് സംസാരിക്കാറില്ല. ഓൻ നാട് കൂടെന്നൊക്കെ അവൻ പറയണേ. ഒരു ചേമ്പ് 10 മിനിറ്റ് മുമ്പ് വരെ നമ്മള് കുറച്ചെങ്കിലും വെള്ളമുള്ള ഒരു ബീച്ചാണ് തോന്നുന്ന ഒരു സ്ഥലത്തേ ആ ചെങ്ങ ലൊക്കേഷൻ വിട്ടെന്ന് അതും വിശ്വസിച്ച് പോയിട്ട് ഇല്ലാത്തൊരു സ്ഥലത്തെത്തി. ഫുള്ള് ബിൽഡിങ്. ഇതാണ് ബീച്ച്. എന്നിട്ട് ഓൻ പറഞ്ഞു നമ്മള് ബീച്ചിലല്ലാന്ന്. അത് മാത്രല്ല ഓൻ പറയണേ ഇവിടെ 2 ക്ലീനർ ഉണ്ട്. 1000 ക്ലീനർമാരുണ്ട്. എന്ത് ചെയ്യാ? എത്ര കിലോമീറ്റർടാ? 20 കിലോമീറ്റർ. വേണ്ട പോര്. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് അപ്പൊ ശരിക്കും നമ്മള് വന്നത് കോർണിഷ് ബീച്ചിലല്ലേ? ഇതെന്തോ പാടേ. അയ്യോ എടാ ഇതാടാ മറ്റേ വാട്ടർ. എടാ നോക്ക് നല്ല ഹൈറ്റിൽ പൊങ്ങും ഈ വെള്ളം. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ രീതിയിൽ ഫോഴ്സിൽ വെള്ളം പമ്പ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് തന്നെ. കാര്യം ഗൂഗിൾ ചെയ്ത് നോക്ക്. അങ്ങനെ ആ വെള്ളത്തിന്റെ ഏരിയാന്ന് തോന്നുന്നത് കണ്ടിട്ട്. കണ്ടോ ഇപ്പൊ ഓഫാണ്. നല്ല ദൂരം. അങ്ങനെ ഏതോ ഒരു പള്ളിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങട്ടാന്നൊന്നും അറിയില്ല. ഇനി 25 കിലോമീറ്റർ ഉണ്ട് എന്നാ പറഞ്ഞ ബീച്ചിലേക്ക്. അപ്പൊ നമ്മൾ വന്നത് ബീച്ചല്ലേലോ. കഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലോ മര്യാദ ആ വെള്ളത്തില് മീനെങ്കിലും കണ്ടീനി. ഇപ്പൊ അതുമില്ല. ഇപ്പൊ ഏതോ ഖുദാമിലാണ്. ഇപ്പൊ ഏതോ ഖുദാമിലാണ്. ഓ എടാ ഇവിടാണെങ്കിൽ ഒടുക്കത്തം മാണു. എന്റെ പൊന്നു. എടാ ഈ പള്ളിയല്ല നമ്മൾ അവിടുന്ന് കണ്ടത്. ഇതാണോ പിന്നെ ഇവിടത്തെ? എനിക്കെന്താ തോന്നുന്നു അറിയോ, ഇവര് വരുന്ന വഴിക്ക് ഓരോ ഫോട്ടോ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അയച്ചെന്ന് ഫോട്ടോ എടുത്ത് അയച്ചെന്ന് ആദ്യം. അയ്യോ. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഉള്ളത് ഈ ഒരു പള്ളിന്റെ മുന്നിലാണ്. അത് പള്ളിയൊന്നും അറിയില്ല നമുക്ക്. ഈ ഒരു ഏരിയ നമുക്ക് പരിചയമില്ലാത്തൊരു ഏരിയയാണ്. ഒരു പെട്ട് വെയിൽ കൊണ്ട് കുരഞ്ഞു കുത്തി. എടാ സമയം എന്താ? എടാ 7:10. ഓക്കെ എടാ ജസ്റ്റ് ആരണേട്ടനെ വിളിച്ചോ. അല്ല ഒന്ന് വിളിക്കോ. കാർ അല്ല മൂപ്പരുടെ ഫുഡ് മേടിക്കാം. ഞാന് ഉറങ്ങണ്ടേ? പിറ്റത്തെ പ്രശ്നം ഉറങ്ങ. साहब ए कॉर्निश बीच यही है? ये कॉर्निश बीच है? कॉर्निश बीच कॉर्निश बीच यही है? इंडिया यही है? हाँ എടാ ഇത് അങ്ങനെയുള്ള സ്ഥലമല്ലല്ലോ. ഇതല്ലേലോ കോർണിഷ് ബീച്ച്. എനിക്ക് വയ്യ. നമുക്ക് വീട്ടിൽ പോവാം. എടാ നമുക്ക് വീട്ടിൽ പോവാടാ. അപ്പൊ ആര് ലൊക്കേഷൻ ഇട്ടത്? കോർണിഷ് ബീച്ച് അടിച്ചപ്പോ വന്ന ലൊക്കേഷനിലാണ് പോയത്. ഇനി എത്ര കിലോമീറ്റർ കാണിക്കണ്ടി? 21 കിലോമീറ്റർ.
വെറും 21 കിലോമീറ്റർ. ഇനി ഒന്നും നോക്കണ്ട, നേരെ ടാക്സി പോകുന്നു. ടാക്സി വിളിക്കുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു. അല്ലെങ്കിലും എനിക്ക് തപ്പേ തോന്നിയതാ. നോക്കട്ടെ ഓരോരോ ആ എനിക്കുണ്ട് എന്ത് കിണ്ടി. കുളിക്കാന്. അപ്പൊ ഇനി കോർണിഷ് ബീച്ചിലേക്ക് ഇനി 25 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് റൂമിൽ പോവാം. ശരിയാവില്ല. ഇതെന്താ ഇത്? ഓ ചത്ത് ഇവിടെ വെയിൽ കൊണ്ട് കുറഞ്ഞു കുത്തി പണ്ടാറടിക്ക് മനസ്സ്. അതിന്റെ ഇടയിൽ കൂടെ അഫ്സലും ഓന്റെ ലൊക്കേഷൻ തപ്പി നടന്നാണ് ഇപ്പം സമയം വൈകുന്നേരം. അതോന്റെ പൊസിഷൻ അടിപൊളിയായതുകൊണ്ട് രസമായത്. കാറ് ശരിഞ്ഞെടുക്കണ്ടില്ലേ, ഈ ഫ്രെയിം ശരിഞ്ഞിട്ടാ. ഈ ഫോട്ടോന്റെ പൊസിഷൻ അടിപൊളിയായതുകൊണ്ടാണ്. ഒരു ഫോട്ടോ എടുക്കലായിരുന്നു. ആ എവിടേക്ക് നോക്കിയിട്ട് ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് നോക്കിയാണ്ട് മാറി ഇവിടെ വാങ്ങി ഫോട്ടോ എടുക്കാറുണ്ട്. അതിൽ നമ്മൾക്ക് ഫോട്ടോ എടുത്താൽ ആരുമില്ല. ആര് അസലാണെങ്കിൽ അവനെ തച്ചു വന്നാണോ അവനെ? അത് ശരി, ഞാൻ കൊണ്ടുവന്ന സ്ഥലത്ത് കുറച്ചെങ്കിലും ബീച്ചാണെങ്കിൽ തോന്നുന്നുണ്ടായിരുന്നു. ഇനി 25 കിലോമീറ്റർ ഇവിടെ ചാർജ് കഴിഞ്ഞ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് വരുന്നു. എവിടെ നമ്മളറിയാം, ഞാൻ അറിയിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ റൂം പോയിട്ട് 2 മണിക്ക് റൂം എവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇവരെ കൂടെ ഫുഡ് കഴിച്ച് 12 മണിക്ക് 1:30 മറ്റേ റൂമിൽ പുറത്തിറങ്ങി. ഞങ്ങള് 3 കൂടി അവിടുന്ന് കുണ്ടങ്ങളി 3 സമയം ആരാ മറ്റേനാണ് ചോദിക്കാ? ആണെങ്കിൽ തേറാടാ മാമനോ? ഏത് മാമൻ? പടത്തിന് പോവാന്ന്. എന്തെങ്കിലും പടത്തിനോ? ആടുന്നു ആടല്ല പോത്ത. അങ്ങനെയാണ് ഈ പാന. മൂന്നൊക്കെ എതിർക്കോ? നാണുണ്ട്. നമ്മള് നിൽക്കുന്ന സ്ഥലല്ലേ ഇവിടുന്ന് ഇത്രേ ഉള്ളൂ ബീച്ച്. വെള്ളം പരിപാടിക്ക് എത്താൻ കണ്ടോ. നമ്മളിപ്പോ ഇവിടെ അല്ലേ, ഇങ്ങോട്ട് പോകാനേ ഉള്ളൂ. അപ്പൊ 25 കിലോമീറ്റർ അല്ല, ഇതേതാ സ്ഥലം തരാമെങ്കിൽ ഈ കാണുന്ന വെള്ളം ഇവിടെ കണ്ട വെള്ളം അതാണത്. നാലോട് മര്യാദക്ക് ആ വള്ളെങ്കിലും കണ്ട് കുറച്ച് മീനും കണ്ട് കുത്തിയിരുന്നു. അതും കൂടെ റോട്ട് മുതൽ പോയാ നാലോ ലൊക്കേഷൻ ഇട്ടത് ആലോചിച്ചിന്. ഒരു ലൊക്കേഷൻ ഇട്ടതാണ് മനുഷ്യൻ. എന്താ ചെയ്യണേ? ഇങ്ങോട്ട് വന്നാ പിന്നെ എത്രക്കാ ഇതറിയാലോ. ബുക്ക് പോലെ ഇനി വേറെ പ്ലാൻ ഉണ്ടോ? 35 അഹങ്കാരല്ലേ? യാത്രക്ക് വേണ്ട എല്ലാ പൈസയും ആഫിയത്തും പോക്കുവരും എല്ലാം വാഹന മാത്രമല്ല എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ റിസ്വാനാണ്. എല്ലാവർക്കും ദുആ കൊടുക്കുക. വാട്സപ്പിൽ എന്തായി? ക്യാൻസലായോ? ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? എന്നാ നമുക്ക് വിളിച്ചിക്ക. അല്ല എന്താ ചെയ്യാ? എന്നെ വിളിക്കൂലേ അയാള്? എന്നെ വിളിക്കോ? നമ്പറിൽ വിളിക്കും. സിം അടിച്ചോ ഞാനല്ലോ. പ്ലീസ് ചേഞ്ച് ടു സെൽഫിയ ലൊക്കേഷൻ. എന്നാ പിന്നെ ഈ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്കത് പറഞ്ഞോട്ടായിരുന്നു. ചേമ്പ് അവന്ന് റൂമിൽ പോവാ. എന്താ സമയം എനിക്ക് ഉറങ്ങണം. നമുക്ക് ഉറങ്ങുന്നു, എനിക്ക് ഉറങ്ങുന്നു.
എനിക്ക് ഉറക്കത്തിന്റെ ആവശ്യമില്ലല്ലോടാ ആദ്യഘട്ടമാരോടെ ഉപരിക്കാണ്ട് പണി നമ്മൾ എടുക്കണ്ടേ ഓർപ്പെട്ടവരെ കൂടി പണി നമ്മൾ എടുക്കണ്ടേ തരും ഞാന് സ്റ്റാഫോടെ മൂടി താങ്ങി കൊണ്ടുപോകണം മൂട് താങ്ങി കൊണ്ടോണോ എനിക്ക് അപ്പൊ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കടാ സാഹു. ഇതാണ് പള്ളി. അപ്പൊ നമ്മളിനി തിരിച്ചു പോണം റൂമിലേക്കല്ലടാ, റൂമിലേക്കല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിനി തിരിച്ച് റൂമിലേക്ക് പോകണം. ഇന്നത്തെ യാത്ര നമ്മൾ മാറ്റി വെച്ചു. ഇനി മാതിരി തിരിപ്പെടാണ്ടിരിക്കുക. ഇതിലൊരു ഗുണപാഠമുണ്ട്. എന്താണ് ഗുണപാഠം? ഒരു 8 ലൊക്കേഷൻ 25 കിലോമീറ്റർ അപ്പുറത്തുള്ള ഏതോ ബീച്ചില് ഒരുത്തനാണെങ്കിൽ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സൗദി അറേബ്യ മൊത്തം നമ്മളെ കൊണ്ട് ചുറ്റിച്ച്. സത്യം പറഞ്ഞാല് അല്ലേ? അതെ, മൂഞ്ചിന്നുള്ള വേറൊരു വാക്യം വേറെ. ഞങ്ങളുടെ 3 ഫേസ് കണ്ടാല് അതങ്ങനെയാണല്ലോ. അപ്പം ഇനി നമ്മൾ തിരിച്ച് പോവാണ്. റൂമിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കിടക്കണം. ഇനി അതാണ് പ്ലാൻ. പുറത്തുള്ള വ്യൂ ഒക്കെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിൽ വന്നതിന് മുതലാവണ്ടേ. ഈ ട്രിപ്പിന് വേണ്ട എല്ലാവിധ സാമ്പത്തിക സഹായം ചെയ്തു തന്ന ഷമീമിനും റിസ്വാനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്താ ഷമീമൻ അത് എനിക്ക് തരാനുള്ള പൈസ അല്ലേ? എന്ത് പൈസ കൊടുത്തില്ലെങ്കിൽ മണ്ട കുത്തി വിളിച്ചിട്ട് അത് കൊടുക്കുന്നത് ഇനി കമ്മീഷനിൽ കട്ടേ കൊണ്ടാ. ഓ പൈസക്കാരനാണ് അവനെ തിരിച്ചില്ല കേട്ടോ. പൈസക്കാരൻ ക്ഷമയും കൊണ്ടാ കാർഡ് ലാസ്റ്റ് ഇക്കാമന്റെ കാർഡ് എടുത്തിരുന്നു. അപ്പൊ ഓക്കെ, ഇനി നമ്മള് കുറച്ച് ദൂരം യാത്രയുണ്ട്. ട്രിപ്പ് മൊത്തത്തിൽ പാളിയാലും ഇടക്കിടക്ക് ഇങ്ങനത്തെ ട്രിപ്പൊക്കെ ആവാം അല്ലേ? പാളിയിട്ടൊന്നുമില്ല. നമ്മള് കുറച്ചേരൊക്കെ നമ്മള് ബീച്ചിലല്ലേ? അതെ, കുറച്ചേരെങ്കിലും നിന്നു. സത്യം പറഞ്ഞാല് ഇതിന് പോലും പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഡെയിലി ഈ പക്കാലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പുറത്തുനിന്ന് ഇറങ്ങാൻ പോലും പറ്റുന്ന, ഡെയിലി 12 മണിക്കൂർ പണി 12 മണിക്കൂർ കഴിഞ്ഞാൽ നേരെ ബെഡ്. അല്ലാതെ അത് ഇപ്പം നമുക്ക് ഇത്രയെങ്കിലും പറ്റുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് സമാധാനിക്കാം. എന്നാലും ഈ വെയിൽ കുത്തിക്കൊണ്ട് കുരഞ്ഞു കുത്തി പണ്ടാറടിക്കുന്ന ഞങ്ങൾ നീല ബിൽഡിങ്ങിന് മുന്നിലെത്തി. ആ വെള്ളപ്പള്ളിയില്ല, സൈഡിലും ഉണ്ട്. അവിടെ മീൻ പിടിക്കുന്നതാ. ആ വെള്ളപ്പള്ളിയില്ല, പെയിന്റ് അടിക്കുന്നുണ്ട്, പച്ചാക്കുണ്ട്. വർക്കെടുക്കണം. ഞങ്ങള് ഓക്കെ അത് സമ്മതിച്ചു. എന്നിട്ട് ഈ ആഴ്ച ലൊക്കേഷനിൽ ഞങ്ങൾ വന്നേ, അത് ഏതോ ഒരു കുതാബ് കൊണ്ടുവരുന്നു.
ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഒന്നും കഴിച്ചില്ല. രാവിലെ രാത്രി കഴിച്ചു പോയതാണ്. അപ്പം ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ഈ ഒരാഴ്ചത്തെ ഔട്ടിങ് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അങ്ങനല്ല വരേക്ക് പറയും.